കാലവർഷക്കെടുതിയിൽ കാമാക്ഷി പഞ്ചായത്തിൽ കനത്ത നാശം വിതച്ചു. നാശനഷ്ടമുണ്ടായവർക്ക് അർഹമായ സഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നെടുഞ്ചേരി പഞ്ചായത്തിൽ നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങളിൽ കൃഷി വകുപ്പ് അധികൃതർക്കൊപ്പം സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലവർഷക്കെടുതിയിൽ കാമാക്ഷി പഞ്ചായത്തിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. നാശനഷ്ടമുണ്ടായവർക്ക് അർഹമായ സഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നെടുഞ്ചേരി പറഞ്ഞു. പഞ്ചായത്തിൽ നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങളിൽ കൃഷിവകുപ്പ് അധികൃതർക്കൊപ്പം സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് പഞ്ചായത്തിന് കഴിയാവുന്ന നിലയിലേക്കുള്ള സഹായങ്ങൾ ഒരുപക്ഷെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ അടിയന്തര കമ്മിറ്റി തന്നെ പഞ്ചായത്ത് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏത് നിലയിലാണെങ്കിലും ഇതിന് പ്രത്യേകിച്ച് ഈ ഇതിനെപ്പറ്റിയുള്ള കാലവർഷക്കെടുതിയിൽ നാശനഷ്ടം അനുഭവിച്ച ആളുകളെ പുനരധിവസിപ്പിക്കേണ്ട ബാധ്യത ഒരു ഭരണകൂടം എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടുവന്നു സത്വരമായ പ്രവർത്തനങ്ങൾക്ക് ഭരണസമിതി ഒന്നാകെ നേതൃത്വം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ എയും സെക്രട്ടറിയും ഒക്കെ എല്ലാ മേഖലയിലും എത്തിച്ചേർന്ന് കൃത്യമായ എസ്റ്റിമേറ്റ് സമയത്തുന്തിയായി എടുത്ത് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറുന്നതാണ്. പഞ്ചായത്തിൽ മണ്ണിടിഞ്ഞും ഉരുൾപൊട്ടിയും ജലസ്രോതസ്സുകൾ കരകവിഞ്ഞൊഴുകിയും ഏറെ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ടെന്നും ഇറിഗേഷൻ വകുപ്പിന്റെ അശാസ്ത്രീയ തടയണ നിർമ്മാണം വീടുകളിൽ വെള്ളം കയറുന്നതിന് കാരണമായെന്നും പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചു. പാറക്കടവിന് സമീപമുള്ള ജലസ്രോതസ്സിൽ ജലസേചന വകുപ്പ് അശാസ്ത്രീയമായി നിർമ്മിച്ച തടയണയാണ് മേഖലയിലെ നിരവധി വീടുകളിൽ വെള്ളം കയറുവാൻ കാരണം. ചെക്ക് ഡാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനുമായി ഇറിഗേഷൻ വകുപ്പുമായി നേരിട്ട് ബന്ധപ്പെടുകയും സെക്രട്ടറിയും അതുപോലെ വില്ലേജ് ഓഫീസറും അതിൻ്റെ റിപ്പോർട്ടൊക്കെ ഇറിഗേഷൻ വകുപ്പിൽ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരതിൻ്റെ നടപടി സ്വീകരിക്കണം എന്നവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ശക്തമായ മഴയിൽ ഇരുകൂട്ടിയിൽ തടയണ കരകവിഞ്ഞ് മാറാമറ്റത്തിൽ ബെന്നിയുടെ കൃഷിയിടത്തിലെ കൃഷി പൂർണ്ണമായും തകർന്നു. പാണ്ടിപ്പാറ തുണ്ടുവിളയിൽ റാഖേലമ്മ, ലാക്കിയിൽ മാത്യു എന്നിവരുടെ കൃഷിയിടത്തിൽ ഉരുൾപൊട്ടലിലൂടെയും വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. സമാനമായ രീതിയിൽ പഞ്ചായത്തിലെ പലയിടങ്ങളിലും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെയും കൃഷിവകുപ്പ് അധികൃതരും പ്രസിഡന്റിനൊപ്പം സന്ദർശനം നടത്തി. കൃഷി ഓഫീസർ സോജി തോമസ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സിബി ഗോപാലൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയി കാട്ടുപാലം, പഞ്ചായത്ത് അംഗം സാലിസ് സാബു എന്നിവരാണ് പ്രസിഡന്റ് ബിജു നെടുഞ്ചേരിക്കൊപ്പം നാശനഷ്ടം സംഭവിച്ച മേഖലകളിൽ സന്ദർശനം നടത്തിയത്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.